വന്നോ ദിയാസന, എനിക്കറിയാം കൊണ്ടുവരും, നീ അത് മറക്കാൻ വേണ്ടി. പക്ഷെ അതിന്റെ പുറകെ ഞാൻ ഉണ്ടായിരിക്കും ദിയാസന. ദിയ, നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി, സമ്മതിച്ചു, തീർന്നില്ലേ? പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചൊറിയാൻ നിന്നാ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസ് ആരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലിൽ ആരെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്. പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷെ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല. അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്യിച്ചിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പൊ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കും. അപ്പൊ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ഇറക്കും. ഇങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട്. ദിയാസന ഇപ്പൊ കുറെ ഡേറ്റിന്റെ കുറെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ദിയ, നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി, സമ്മതിച്ചു, തീർന്നില്ലേ? പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം വന്ന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്നല്ല ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്താ ദിയക്ക് ഒരു വിശ്വാസം ഇല്ലേ? അത് മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടിത്തരവും തന്നെ പറയാം. കാരണം ഇപ്പൊ കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ അത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നതാ, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാം വെളിയിൽ വരും. നിങ്ങളും കൂടെ നിങ്ങളെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. ഇപ്പം എത്രയോ വോയിസ് റെക്കോർഡ് ഞങ്ങളതെല്ലാം വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സുകാരി ആവാത്തൊരു പൂർത്തിയാവാത്ത ഒരു കൊച്ചിന്റെ ആ സമയത്ത്, ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സുണ്ട്. പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാര് ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്കാവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചുകൊണ്ട് എന്തായാലും എന്റെ തലയിൽ വരുത്തില്ല. ഞാൻ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്. അവർക്കും ഈ ലീഗൽ വശം ആയതുകൊണ്ട് അവരും ലീക്ക് ആക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്ക് ആക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തതയായിട്ടുണ്ട്. കാരണം ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ ആ ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുക, വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദിയാസന, നീ ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ചെയ്തിട്ടില്ല എങ്കിൽ, ഞാനിപ്പം എന്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. പേടിയുണ്ടോ? എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തെറ്റ് ചെയ്യാത്തൊരു പേടിക്കത്തില്ല, വന്ന് ചെയ്തേനെ. ദിയാസന ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ഞാൻ പറയുന്നതിന് മുമ്പേ ദിയാസന ടെസ്റ്റ് ചെയ്തേനെ.
അതല്ലാതെ ഡേറ്റുകളും മറ്റേ മറിച്ചൊന്നും കൊണ്ടുവരാതെ ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ. അല്ലെങ്കിൽ ലീഗൽ എനിക്ക് വന്ന് ഞാൻ വേണ്ട എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾ മുന്നിൽ കൊണ്ടുവെക്കും. എന്നെക്കുറിച്ച് ഒരു വല്ലാത്തൊരു രീതിയിൽ ഒരു പെൺകുച്ചും പറയുന്നുണ്ട്. അവളെ ഡീറ്റെയിൽസും പയ്യെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അവൾ എന്താണെന്നുള്ളതും ഞാൻ കുറേ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായിലും തിരക്കുക. റോഷിനിയുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ കുറേ തെളിവുകൾ കുറേ മീഡിയക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും പറയും. അപ്പം ഈ പുള്ളിക്കാർ ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരണം. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ക്രൂശിച്ച് നിങ്ങൾ ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോവാ. പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ നിങ്ങളെ ചാനലുകാരടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പ്ലീസ് അതൊക്കെ കൊണ്ടുപോവാ. നിങ്ങൾ തെളിവ് സഹിതം ഞാൻ ഇട്ട് തരാം. ഓരോരുത്തരുടെ ഓരോ വ്യക്തികളുടെ ദിയാസന, ആൻമരിയ, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ റോഷിനി, ഇവരുടെയൊക്കെ തെളിവ് സഹിതം. അതായത് ദിയാസനയുടെ എനിക്കറിയില്ല. ദിയാസനയുടെ അറിയാവുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിയാസന അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ടെസ്റ്റ് ചെയ്യും. എന്റെ വീട്ടിൽ വന്നിട്ടില്ല അങ്ങനെയെന്നല്ല പല അലിഗേഷൻ ദിയാസന പറഞ്ഞു. അങ്ങനെയല്ല ദിയാസന ചെയ്യേണ്ടത്. നീ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നീ വന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ആൻമേരിയുടെ കാര്യം. ആൻമേരി പറഞ്ഞു 10 വർഷമായിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട് എന്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിന്റെ കഥ തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. ചൊറിയാൻ നിന്നാൽ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ പാവം പിടിച്ചൊരു പയ്യന്റെ 40,000, 50,000, 60,000 രൂപ എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്ത ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്തം വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ചു കളഞ്ഞിട്ട് അടുത്തവന്റെ കൂടെ പോകുന്നു. അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകൾ തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച് ആ കുടുംബം പോയി നശിപ്പിച്ചതിന്റെ അവരെല്ലാം നിന്റെ അടുത്ത് റിവെഞ്ച് മൈൻഡിൽ തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണങ്ങളിരുന്ന മോളെ. ഞാൻ പോലെ അല്ല അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്ന മോളെ. ആണുങ്ങളാ, അവർക്ക് രീതിയിൽ ഇറങ്ങാന്നേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ അവിടെ ഇരിക്കും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ തന്നെ റോഷിനി, നീ തീർന്നു മോളെ. നിന്റെ എല്ലാ കാര്യവും നിങ്ങൾ സ്വർണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനങ്ങളുണ്ടല്ലോ, തെളിവ് സഹിതം ഞാൻ കുറച്ച് ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നീ എന്താണെന്നുള്ളതും തെളിയും. പക്ഷെ കാലം ഒരു ദിവസം സജിന ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. ഇതെല്ലാം എന്നെ ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാര് നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ആ ദിവസം വരെ ഞാൻ ജീവനോടെ നിൽക്കുകയും ചെയ്യും. കാരണം എനിക്ക് എന്റെ മുന്നിൽ ഞാൻ അങ്ങേയറ്റം എനിക്കറിയാം. ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് ഒരു ഡ്രഗ്സ് മാഫിയയിലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്. എനിക്കറിയാം ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പല ഗ്യാങ്ങുകളും ഉണ്ട്. അവർക്ക് വേണ്ടി പൈസ ഇറക്കി പല ചാനലിലേക്കും പൈസ കൊടുത്ത്, ഇപ്പൊ എല്ലാ ചാനലും ഞാൻ പറയുന്നില്ല, പല ചാനലിലേക്കും പൈസ കൊടുത്ത് ദിയാസനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളും എന്റെ ഈ ദിയാസനെ തന്നെ മറപ്പിച്ചിട്ട് എന്റെ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ദിയാസന ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിന്റെ മാഫിയയിലാണ് ഞാൻ കയറി വെട്ടിക്കുന്നത്. എനിക്കറിയാം. ഞാൻ ഭയങ്കര വലിയൊരു തല വെച്ചിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടിയിരിക്കും. ദിയാസന, നിന്നെ കൊണ്ട് നീ ടെസ്റ്റ് ചെയ്ത് നിന്റെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ പോരാടിയിരിക്കും. കാരണം എനിക്ക് എന്നെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തായാലും നീ പറയുന്നു അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ എന്റെ മനസ്സെന്റെ കണ്ണ് സമ്മതിക്കുന്നില്ലല്ലോ. അപ്പൊ അത്രയും ഉറപ്പോടെ പിന്നെ ഈ പറഞ്ഞ നാട്ടുകാരും ഈ കുറെ പെണ്ണുങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാനിങ്ങനെ ചെയ്ത് നടക്കുന്നത്. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാന്നാ പറയുന്നത്. ഞാനിപ്പോ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ അവർക്ക് റിക്വസ്റ്റ് ചെയ്യാം, എന്താണ് എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. എനിക്കിത് നമ്മളൊരു ലാബിൽ പോയി ചെയ്ത കണക്കല്ല. ഇത് റൂൾസ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തേക്കും എന്റെ റിസൾട്ട് കാണിക്കാൻ. അപ്പം ഉടനെ തന്നെ ദിയാസന ഇതെല്ലാം ലോകം അറിയും എന്റെ മോളെ. എന്താ പറയുള്ളൂ, ഒരു നാൾ കള്ളം പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്ന കണക്ക് മോളെ പിടിക്കപ്പെടും. ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടും. ചിലപ്പം എന്നെ ഇവളുമാരെ ഈ പറഞ്ഞ കണക്ക് ഡ്രഗ്സ് മാഫിയയിൽ കയറി കളിച്ചുകൊണ്ട് ചിലപ്പം എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ എഴുതി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് പോരാടും. അതിനെ മറയ്ക്കാൻ നീ പലതും കൊണ്ടുവന്നോ ദിയാസന, എനിക്കറിയാം കൊണ്ടുവരും. നീ അത് മറയ്ക്കാൻ വേണ്ടി. പക്ഷെ അതിന്റെ പുറകെ ഞാൻ ഉണ്ടായിരിക്കും ദിയാസന.
അതുപോലെ തന്നെ ഈ വീഡിയോ ലീക്കായ സമയത്ത് തന്നെ കുറേ ആൾക്കാർ, എൻ്റെ കുറേ ഫ്രണ്ട്സ് വഴി, ഞാൻ ഡയറക്റ്റ് ഇവിടുത്തെ ചാനലുകാരായിട്ട് സംസാരിച്ചിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് തമ്മിൽ എന്നെ വിളിച്ചിട്ട് ഇന്ന കണക്കൊരു വീഡിയോ ഉണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിടാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കണ്ട, കാരണം ഇത് എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇതല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുപോകാം, സപ്പോർട്ടല്ല എനിക്ക് വേണ്ട, അവരെ പുറത്ത് കൊണ്ടുവരുമോ വേണ്ടത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേസ് നടക്കുന്ന ഒരു കാര്യം, നമുക്ക് റൂൾസ് അനുസരിച്ച് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ വോയിസ് റെക്കോർഡ് കിട്ടിയ ആൾക്കാർക്ക് ചോദിക്കുക, എൻ്റെ അടുത്തല്ല ഇത് ചോദിക്കേണ്ടത്, ആ വോയിസ് റെക്കോർഡ് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയോ അവരുടെ പേരിൽ കേസ് വരത്തുള്ളൂ. കാരണം ഇത് ഇതാക്കിയ എന്താ പറയുക, ഇത് വെളിയിലാക്കിയ ആൾക്കാരാണ് തെറ്റുകാർ. ഞാനിത് നേരത്തെ കോടതി ഇവിടെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ വോയിസ് റെക്കോർഡ് എല്ലാം ലീക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഭാഗം ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ. എനിക്ക് ഇതൊക്കെ പേടിയുണ്ടായിരുന്നു, ഈ വോയിസ് റെക്കോർഡുകൾ ഓൾമോസ്റ്റ് എല്ലാ റെക്കോർഡും വന്നിട്ടുണ്ട്. അപ്പം ഇത് തെറ്റുകൾ നമ്മളുടെ റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പല വോയിസ് റെക്കോർഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാടിനെ, അതായത് ഇതിന് വേണ്ടിയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നെന്ന് പറയുന്ന ആൾക്കാരെയാണ് ഈ തെറ്റ് കാണിക്കണമെങ്കിൽ. ദിയാസനയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇതൊന്നും, അതായത് MDM പോലത്തെ ആൾക്കാർ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് ഇതെല്ലാം തിരിഞ്ഞ് റോങ് ആയിട്ടൊരു വ്യക്തിയാണിത്. അത് നിങ്ങൾ ലോകത്ത് കൊണ്ടുപോവാ, പ്ലീസ് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ അടുത്തെല്ലാം. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ കുറെ ഡ്രീംസ് ഉണ്ട്. എന്റെ പിള്ളേരെ കൊണ്ടുപോവാ, എന്റെ ഉമ്മാനെ എനിക്ക് 2 കൈകളിൽ ഇങ്ങനെ കറക്കണം, അവര് ലോകം മൊത്തം കാണിക്കണം. ഇതൊക്കെയാണ് എന്റെ ഡ്രീം. ഇപ്പം കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഫോക്കസ് ചെയ്യുക, എന്റെ ഉമ്മ ചെയ്ത കണക്ക്. വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒട്ടും ഇക്കാന്റെ വീട്ടുകാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്റെ വീട്ടുകാർക്ക് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. വെച്ചാൽ അവരുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ പോയാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ മരുമക്കൾ ഇത് തന്നെയാണ്. ഇക്കാന്റെ ആയാലും ഇക്കാന്റെ കുഞ്ഞുമ്മ ആയാലും ഇക്കാന്റെ ഉമ്മിസ ആയാലും ഇക്കാന്റെ സിസ്റ്റർ ആയാലും ബ്രദർ ആയാലും ഇവരെല്ലാം എന്റെ മാറി മാറി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഫിറോസിക്കാട് ഉമ്മ എന്റെ ഉമ്മ ആയിരുന്നു, ഫിറോസിക്കാട് വാപ്പ എന്റെ വാപ്പ ആയിരുന്നു, ഫിറോസിക്കാട് സിസ്റ്റർ എന്റെ ഓൺ സിസ്റ്റർ ആയിരുന്നു, ബ്രദർ ആയിരുന്നു, കുഞ്ഞുമ്മമാര് എന്റെ കുഞ്ഞുമ്മമാരെ പോലെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ മാറ്റുക ആണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഞാനൊരു മരുമോള് അല്ലെങ്കിൽ ഒരു നാത്തൂൻ അല്ലെങ്കിൽ ഒരു മകൾ എന്നുള്ള സാധനം അവർക്ക് മാറിയിട്ടില്ല. എൻ്റെ വീട്ടിലായാലും അതേ സെയിം സാധനം. ഞങ്ങൾ രണ്ടുപേരും മാത്രം എടുത്തൊരു ഡിസിഷൻ എന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാനൊരു മീഡിയ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുകയാണ്. അതിന്റെ ഡെസിഗ്നേഷൻ ഞാൻ വെക്കുന്നുണ്ട്. കാരണം സച്ചിനെ ഞാൻ പരിചയപ്പെടുന്ന ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അതിന്റെ ഡെസിഗ്നേഷൻ ഞാനിവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. ഈ ഒരു ജോബിൽ ഇത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന എനിക്ക് 500 ദിറംസിന് സജനനെ കൊണ്ട് വിറ്റ് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ലക്ഷ്മി ജയനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഈവന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ. അവിടെ ലക്ഷ്മി ജയൻ ഉദ്ദേശിക്കുന്നത് സിംഗർ ലക്ഷ്മി ജയനെ പരിചയപ്പെടുന്നു. സജനയുടെ ഫ്രണ്ടാണ്. ഇവര് ബിഗ് ബോസിൽ ഒരുമിച്ചുണ്ടായതാണ്. ലക്ഷ്മി ജയനും സജനയും അവര് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ലക്ഷ്മി ജയൻ ത്രൂ ആണ് ഞാൻ സജനയിലോട്ട് എത്തണത്. സജന ആ സമയത്ത് നാട്ടിൽ വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമുണ്ട്. ഇത് വീഡിയോ ആണ്, നമ്മൾ ഓഡിയോ അല്ല, വീഡിയോ കോള് കോൺഫറൻസ് ആണ് കൂടുതലും ചെയ്യുക. അപ്പൊ സജനന്റെ വീട്ടിലാണ് നമുക്ക് കാണാൻ പറ്റും. സജനന്റെ വീടാണ്. സജന ഈ പറഞ്ഞ ഫിറൂസ് അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോണൊക്കെ കാണാം. അപ്പൊ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു കാലയളവിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒറ്റ ഒരു ദിവസം പെട്ടെന്ന് നാളെ മറ്റന്നോ നടന്നൊരു കാര്യമല്ല. ഓരോരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. വിളിക്കുന്നു, എന്തെങ്കിലും വിശേഷം ചോദിക്കുന്നു. അതിൽ ലക്ഷ്മി ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ സജനക്ക് ഭയങ്കര കുശുമ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുശുമ്പാണ് അവൾക്ക്. അപ്പൊ എനിക്കും വരണം ദുബായിൽ, എനിക്ക് വരാം. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, നീ ഇപ്പൊ ദുബായിൽ വരണ്ട, എനിക്കൊരു ഷോ ഉണ്ട്, ഞാൻ ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ സജനക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയേ പറ്റുള്ളൂ. പക്ഷെ ലക്ഷ്മിക്ക് വേറെ ഏതോ പ്രോഗ്രാം ഒക്കെ ആയിട്ട് അവള് നടക്കുകയാണ്. അവൾക്ക് ഇങ്ങോട്ട് എത്താനുള്ള സമയമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മിക്ക് ഒരു ബോയ് ഫ്രണ്ട്, ഉബീസ് എന്ന പേരുള്ള ഒരാൾ, കണ്ണൂരാണ് അയാളുടെ വീട്. ഇതിനെ കുറിച്ചൊക്കെ എന്താണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്റെ പിക്ചറിൽ ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവരെ വലിച്ചെടുക്കേണ്ടി വന്നത്. ഈ ഉബീസിന്റെ ഫ്രണ്ട് മാനു, കോഴിക്കോടുള്ള മാനു, ഈ മാനുവിനെ ലക്ഷ്മി ജയൻ സജനക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവര് തമ്മിൽ പ്രേമമാകുന്നു. സജന ഗ്ലൂട്ടാത്തയൺ എടുക്കാമെന്നുള്ള പേരില് മാനുവിന്റെ അടുത്തോട്ട് പോകും കോഴിക്കോട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബാംഗ്ലൂര്, അവിടേക്ക് ഇവര് കറങ്ങാൻ പോകണതിന്റെ ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ കോളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കൊരിക്കലും നാളെ ഒരു പ്രൂഫായിട്ട് എടുത്ത് വെക്കേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊക്കെ എപ്പോഴേ നമ്മൾക്ക് ആ പ്രൂഫൊക്കെ എടുത്ത് വെച്ചാണേ. അതായത് ഇവളിങ്ങനെ ഓരോ ആൾക്കാരോട് പോണതിന്റെ പ്രൂഫൊക്കെ.
അപ്പോ ഇത് അവള് വിളിക്കുന്നു, സംസാരിക്കുന്നു, ഓക്കെ ശരി, അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ആ മാനുവിന്റെ ഫ്രണ്ടാണ് ശബന എന്ന് പറഞ്ഞ കുട്ടി. ആ കുട്ടിയുടെ ഫോട്ടോ ഞാനോട് കൊടുക്കാം. ഒരിക്കലും ശബന എന്നെ തെറ്റിദ്ധരിക്കരുത്. ശബനയാണ് സജനനെ ആദ്യമായിട്ട് ദുബായിൽ കൊണ്ടുവന്നെന്ന് ശബനക്കും അറിയാം. ശബനയുടെ ഫ്രണ്ടിലുള്ള സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. വ്യക്തിയാണ് സജനനെ ആദ്യമായിട്ട് അബുദാബിയിലാണ് സജന പറഞ്ഞത്, ദുബായിലല്ല. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, അബുദാബിയിലാണ് സജന പറഞ്ഞത്. അങ്ങനെയാണ് ഒരു വലിയൊരു കമ്പനി, അതായത് ലോകമൊട്ടാകെ അറിയുന്ന ബ്രാഞ്ചുകളുള്ള ഒരു കമ്പനിയുടെ ഷോ നടക്കണത് ദുബായിൽ വെച്ചിട്ട്. ഈ ഷോയിൽ ലക്ഷ്മിയുടെ പാട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ പാർട്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഇല്ല, ആ സമയത്ത് കോർഡിനേഷൻ പാർട്ട് ഏതൊരു കമ്പനിയാണ്, വേറെ ഏതോ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മിയുടെ സോങ് ഉണ്ട് അതില്. സജനൻ അതില് ലക്ഷ്മി പറഞ്ഞിട്ട് ഒരു ഡാൻസിന് കയറ്റി. അപ്പൊ ആ ഡാൻസിലാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ തൊട്ടു മുമ്പ് സജന ഇമാതിരി പരിപാടികളൊക്കെ ചെയ്തിട്ട് വലിച്ചു കയറ്റി ആ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ തെറ്റിച്ച് ആകെ മൊത്തം കൊളായി. സജന അവിടെ നിന്ന് ഇറങ്ങി. ഡെസ്പാണ്. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം, അന്നെടുത്ത ഫോട്ടോ. ലക്ഷ്മി കോസ്റ്റ്യൂമിലാണ്, സജന ഡാൻസ് കഴിഞ്ഞിറങ്ങിയ മൂത്ത മേക്കപ്പ് കാണും പറയും, സജന ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഈ ഫോട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി സജനയും തമ്മിൽ ഈ പ്രേമങ്ങളുടെ കാര്യം പറഞ്ഞു. അതായത് ലക്ഷ്മിയുടെ ചെറുക്കൻ തെറ്റുന്നു, അങ്ങനെ അവരുടെ ഒരു അലമ്പ് കഥ. അതായത് സജനനുമായിട്ട് മാനുവിനെ തല്ലിപ്പിരിപ്പിക്കുന്നു, സജന ഇതറിയുന്നു, മൊത്തത്തിൽ കോളമായി. ലക്ഷ്മി സജനയുടെ ശത്രുവാകുന്നു. പിന്നെ ഫിറോസ് ഖാനെ വിളിച്ച് സജനക്ക് ഇവിടെ അബുദാബിയിലെ ചെക്കനുമായിട്ട് ബന്ധമുണ്ട്, ഇവിടെ മറ്റേ ബന്ധമുണ്ട്, മറിച്ച ബന്ധമുണ്ട്, മാനുവിനായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ലക്ഷ്മിയാണ് ഫിറോസിനടുത്ത് പറഞ്ഞു കൊടുത്തത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വന്നിട്ട് സജനയും ലക്ഷ്മി കൂടി വഴക്കായി. ഒരു ബിസിനസിന്റെ എനിക്ക് ഗാർമെന്റ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഒറ്റക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഞാൻ പറഞ്ഞ ഒരു കുട്ടി, അവളും അത്യാവശ്യം സെലിബ്രിറ്റി കൊച്ചാണ്, അതുകൊണ്ട് എനിക്ക് അവളുടെ പേരും വലിച്ചെടുക്കുന്നില്ല. ഞാൻ അറിയാം ഇങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ സജനക്ക് അറിയാം. അങ്ങനെ ഞാൻ നാട്ടിൽ പോകുന്നു. നാട്ടിൽ ചെന്ന് സജന, ഞാൻ നാട്ടിൽ വന്നത് എന്നെ മീറ്റ് ചെയ്യാൻ സജന എന്റെ വീട്ടിൽ വരുന്നു. അന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് എന്റെ. അപ്പൊ ആ ബർത്ത്ഡേക്ക് ആഘോഷിക്കാനും ഞങ്ങളുടെ വീട്ടിലെ കസിൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ സജന വന്നപ്പോഴുള്ള ഫോട്ടോ അതിവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതെപ്പോഴാണ് സജന ദുബായിൽ നിന്ന് വന്നതിന് ശേഷം, ഡേറ്റ് നോക്കാം നിങ്ങൾക്ക്. വന്നതിന് ശേഷം സജന എന്റെ വീട്ടിൽ വന്ന് എന്റെ ആൾക്കാരുടെ കൂടെ, എന്റെ കസിൻസിന്റെ കൂടെ ആഘോഷിച്ച് അന്ന് നൈറ്റ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊക്കെ പോയി അവിടെ കറങ്ങി. അവിടെ നിന്നൊരു റീൽസ് എടുത്തു. ആ റീൽസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മറൈൻ ഡ്രൈവിൽ നിന്നെടുത്ത ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ കൊണ്ടുപോയി ഡീലർ എന്നാണല്ലോ അവള് പറഞ്ഞത്, കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. അതായത് ഫസ്റ്റ് സജന അബുദാബിയിൽ വന്ന് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം എന്റെ വീട്ടിൽ വന്നേക്കാണ്. ദുബായ് ആദ്യമായിട്ട് കാണുന്ന സജന. അങ്ങനെയൊക്കെയാണ് സജന പറഞ്ഞിട്ടുള്ളത്. പാവം പോലത്തെ സജന. ആ പാവം പോലത്തെ സജനന്റെ ഫോട്ടോ നിങ്ങൾ കാണണം. അങ്ങനെയാണ് ഞാനും ഈ കൊച്ചും കൂടി ബോംബെ പോകാൻ ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ബോംബെ പോവാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ബോംബെന്ന് കേട്ടപ്പോൾ ഇവൾക്ക് പ്രശ്നം. അത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോംബെന്റെ കേസ്. ആ ബോംബെയിൽ പോയതിന്റെ പ്രൂഫ് ഞാനിവിടെ വെക്കാം. സജന ഞങ്ങളുടെ കൂടെ അവളുടെ കയ്യിലെ കാശെടുത്ത് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ബോംബെയിൽ ചെല്ലുന്നു. സജനക്ക് അപ്പൊ നമ്മളവിടെ ചിലപ്പോൾ പൂക്കുട്ടീനെ വിളിക്കുന്നത്. അപ്പൊ പൂക്കുട്ടി ഓൾറെഡി മാനൊക്കെ ഉള്ള സമയത്തും പൂക്കുട്ടി ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ അതിങ്ങോട്ട് വരാത്തല്ല, ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ പൂക്കുട്ടീനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ച പൂക്കുട്ടി പറഞ്ഞു ശരി നിങ്ങൾ റൂമിൽ പോയിട്ട് ഞങ്ങൾ ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് വാ, ഞാൻ വരാം, വന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് പൂക്കുട്ടി ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ റൂമിൽ പോകുന്നു. അപ്പൊ പൂക്കുട്ടി തന്നെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളതും. 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുന്നു. ഞങ്ങളവിടെ ചെന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചെടുത്ത ഫോട്ടോയും ഞാനവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഞങ്ങൾ റെസ്റ്റോറന്റിൽ ചെല്ലുന്നു, ഫുഡ് കഴിക്കാൻ അവിടെ ചെല്ലുന്നു. അവിടെ വെച്ച് റെസ്റ്റോറന്റിൽ വെച്ച് പൂക്കുട്ടിയുടെ കൂടെ ഞങ്ങൾ 4 പേരും കൂടി എടുത്ത ഫോട്ടോയും ഞാനവിടെ കൊടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയത്. സജന പൂക്കുട്ടിയുടെ കൂടെ തന്നെയാണ്, അവൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പർച്ചേസ്, ആ ബില്ല് ഞാൻ കൊടുക്കുന്നത് എന്റെ ഗതികേടാണ്. ഇതൊക്കെ ആ ഡേറ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സൂറത്തിൽ നിന്ന് ഇതിന്നൊക്കെ പർച്ചേസ് ചെയ്ത് ബോംബെയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബില്ല്. അതിനുശേഷം സജന ഞങ്ങള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് സജനനെ കൂട്ടണമല്ലോ. അപ്പൊ ഇവള് സ്റ്റുഡിയോയിലാണുള്ളത്. ഞങ്ങൾ എത്തിയപ്പത്തിന് വൈകുന്നേരമായി. അങ്ങനെ ഇവര് റൂമിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇയാളെന്റെ അടുത്ത് സജനയുടെ
സജനനെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഇയാൾ ഞങ്ങളോട് പറയണത്. അങ്ങനെ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്റെ അടുത്ത് നിന്ന് റസൽ പൂക്കുട്ടി വരെ ഇടപെട്ട് സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ റസൽ പൂക്കുട്ടിയാണ് എന്റെ അടുത്ത് ഈ പറയണത്. മനസ്സിലായില്ലേ? അപ്പൊ റോഷ്നി എന്താ സജനനെ കൂടി ഇതിൽ ഇതാക്കണം, നിങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങണില്ല. അവളുടെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈ കൊടുത്ത് ഞങ്ങൾ പിരിയുന്നു. ഇയാള് അത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന്റെ എന്തോ എന്റെ ഒരു ഭാഗ്യത്തിൽ ഇതൊക്കെ എന്റെ ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിന്റെ ഇത് സ്ലിപ്പ്, അത് മീൻസ് സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കാണാൻ നിങ്ങളുടെ അഡ്മിൻ വന്നിട്ട് റസൽ പൂക്കുട്ടിയാണ്, അയാളാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിനുശേഷം പിന്നെ ആ ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന അതിന്റെ ഇടയിൽ ലൈസൻസിന്റെ ആവശ്യത്തിന് വേണ്ടി ഓടാണ്. അപ്പൊ ദുബായിൽ ഒരു ട്രേഡ് ലൈസൻസ് എടുക്കണമെങ്കിൽ 15,000 ദിറംസ് ആണ്. അപ്പൊ എന്താണ്, ദുബായിലുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ പറഞ്ഞത് സത്യമാണോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ പൈസ ഒരുപാട് ഷോർട്ടുണ്ട്. കാരണം ബോംബെ പോയിട്ടുണ്ട്, 3-4 ലക്ഷത്തിന്റെ മെറ്റീരിയൽ എടുത്തു, സാധനം ദുബായിലോട്ട് ഞാൻ വരുത്തിച്ചു. അപ്പൊ ഞാൻ അത്ര നാളും താമസിച്ചത് ഒരു ചെറിയൊരു ബെഡ് സ്പേസിലാണ്. പിന്നെ അതിന്റെ പാർട്ടീഷനിലോട്ട് ഞാൻ മാറി. പക്ഷെ ആ പാർട്ടീഷനിലാണെങ്കിൽ നമുക്ക് ഇത്ര മെറ്റീരിയൽ വെക്കാനുള്ള ഗ്യാപ്പ് ഇല്ല, സ്ഥലമില്ല. അപ്പൊ അങ്ങനെ എന്തായി, ഒരു ഫ്ലാറ്റ് എടുക്കാനുള്ള പ്ലാനായി. അപ്പത്തേക്ക് സജന പറഞ്ഞു ഞാൻ വരാടി, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം സജന പാർട്ട്ണർ ആണല്ലോ. അങ്ങനെ സജന വരുന്നു. ക്യാഷിന്റെ ആവശ്യം വരുമ്പോഴത്തേനും ഇയാളെ ഞാൻ വിളിക്കും, പൂക്കുട്ടീനെ, റിസൾക്ക പൈസയുടെ ആവശ്യമുണ്ട്, ലൈസൻസിനൊക്കെ ഇത്ര രൂപയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ച് വയ്യാണ്ടായി, അവൾക്ക് ശാരീരികമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അവൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല, അവൾക്ക് ഒരു ഭാഗം ഒരു വല്ലാത്ത പോലെയൊക്കെ ആയി. ആ കൊച്ച് വയ്യാണ്ടായപ്പോഴത്തേനും അതിന് ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ സജന ഉണ്ടല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ ഇൻസ്റ്റാൾമെന്റ് പോലെയാണ് പൈസ തന്നത്. കാരണം ഫുള്ള് നാളെ സജന ഒന്നും പറഞ്ഞു വരാൻ പാടില്ല, ഇൻസ്റ്റാൾമെന്റ് പോലെ സജന പൈസ ഇറക്കുന്നു. സജന ത്രൂ ആണ് എനിക്ക് കാശ് തരുന്നത്. റസൽ പൂക്കുട്ടി സജനക്ക് കൊടുത്തിട്ട് സജനയാണ് എനിക്ക് ദിറംസ് ആയിട്ട് മാറ്റി ദുബായിൽ തന്നത്. 1.5 ലക്ഷം രൂപ എനിക്ക് ഈ 1.5 മാസത്തിൽ എനിക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് അവിടെ പോകാൻ, ഇവിടെ പോകാൻ, റൂമിന്റെ അഡ്വാൻസ് കൊടുക്കാൻ, ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ പെട്ട കാര്യമാണ്. റൂം എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇത്ര നാളും 8-9-10 വർഷത്തോളം താമസിച്ചവരെ താമസിക്കാൻ എനിക്കറിയാം. ഞാൻ 3 വർഷം മുമ്പുള്ള കാര്യമാണ് പറയണത്. എനിക്കപ്പോ അത്രയും പൈസ ആവൂല. ഇതിപ്പോ മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം, ഷോപ്പ് എടുത്തിട്ടില്ല, അപ്പൊ അതൊക്കെ ഇങ്ങനെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പൊ ലൈസൻസ് മാത്രം ആവണുള്ളൂ. അപ്പൊ ലൈസൻസിന്റെ സമയത്ത് സജന വന്നിട്ട് വിസിറ്റിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് പിന്നെ അവിടെ ID പ്രൂഫും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരെന്റെ അടുത്ത് പെട്ടെന്ന് ലൈസൻസ് ആക്കാൻ വേണ്ടിയിട്ട് ലൈസൻസിൽ എന്റെ പേരാണ് ഉള്ളത്. അവിടെ തുടങ്ങി സജനക്ക് കല്ലുകടിയാണ്. ഈ പറഞ്ഞ ലക്ഷ്മി ജയനോട് ഞാനും മിണ്ടുന്നില്ല, കൂട്ടുകാരത്തിന്റെ കുടുംബം കലക്കി എന്ന് പറഞ്ഞിട്ടാ ഞാൻ മിണ്ടാത്തത്. അപ്പൊ സജനന്റെ കൂടെ തന്നെ ഉണ്ട് താനും. ആ സമയത്ത് സജൻ എന്തൊക്കെ കാണിച്ചു കൂട്ടി, ലക്ഷ്മിയുടെ എല്ലാ ബന്ധങ്ങളെയും വിളിച്ച് ലക്ഷ്മിയുടെ എക്സിനെയും ലക്ഷ്മിയുടെ കറണ്ടിലുണ്ടായ 3-4 ആൾക്കാരെ ഒക്കെ വിളിച്ചിട്ട് സജന ലക്ഷ്മി അങ്ങനെയാണ്, ലക്ഷ്മി ഇങ്ങനെയാണ്, മറ്റന്നാ മറിച്ച ഫോൺ ത്രൂ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു സജന. അങ്ങനത്തെ അതായത് സജന അതിലൊക്കെയാണ് ബിസിയാണ് ഭയങ്കര. സജനക്ക് ഈ ബിസിനസ്സിൽ ശ്രദ്ധിക്കണമെന്നൊരു ചിന്തയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരാളെയും കൂടി ഞാൻ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്? ആദ്യം മൊത്തം പ്രശ്നത്തിന്റെ നടുക്ക് ഞാൻ ഹൃദയം വന്ന് പെട്ടുപോയി. ഇതിന് എടുക്കുകയും ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ സജനക്ക് കോൾ വന്നോണ്ടിരിക്കണേ ലക്ഷ്മി ജയനായിട്ട് എങ്ങനെയെങ്കിലും പാച്ചപ്പ് ആവണം. അതായത് ലക്ഷ്മി ജയന്റെ ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ പേരുകളെല്ലാം ഞാൻ പിന്നെയും വീണ്ടും പറയുന്നുണ്ട്. ഫിറോസിന്റെ വീഡിയോയിൽ അയാൾ കറക്റ്റ് ആയിട്ട് ഇവരുടെ പേരുകൾ പറയുന്നുണ്ട്. ഈ സർക്കിളിലോട്ട് സജന അന്ന് വിളിച്ചോണ്ടിരിക്കുക. അന്നൊരു സാറ്റർഡേ ആണ്. ഈ സാറ്റർഡേ രാവിലെ ഒടുങ്ങി സജന പറയുന്നുണ്ട് നമുക്ക് അവിടെ പോവാ, എവിടെ ബെൻസറിന്റെ ഫ്ലാറ്റില് നമുക്ക് അവിടെ പോവാം. ഞാൻ പറഞ്ഞു സജന നീ പോവരുത്, നിന്നെ ചിലപ്പോ അവര് മാനിപ്പുലേറ്റ് ചെയ്യും, നിന്നെ അവര് ചതിക്കും, നീ പോവരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇല്ലടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നാണ്. അപ്പൊ ഞാൻ പുറത്തുപോയി, സജന വരുന്നില്ല. ഞങ്ങൾ പുറത്തു പോയി. സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഡ്രൈവിന് പോവാം. അപ്പോഴും ഞാൻ പറഞ്ഞു സജന വാ നമുക്ക്, ഇല്ല ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന സജന 1:30 മണിയായപ്പോ ബെൻസർ വന്ന് വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് പോയി. എന്റെ റൂമിന്റെ അവിടെ നിന്ന് ബെൻസർ സജനനെ കൂട്ടി ഇവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ടാണ് സജന ഈ പറഞ്ഞ കാര്യങ്ങള്, കള്ളുകുടിയും ബഹളവും ഇങ്ങനത്തെ ലഹരിയുടെ എല്ലാ സംഭവവും അവിടെ വെച്ചിട്ടാണ് സജന ചെയ്യണത്. ഞാനപ്പോ വിളിക്കുക സജന 2-2:30 ആയപ്പോഴത്തേനും, സജന ഞാൻ താഴെ വന്നിട്ടുണ്ട്, വാ നമുക്ക് പോവാം.
എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ നാളെ വരാം. ഞാൻ സജന നീ അങ്ങനെ പറയരുത്, കാരണം എനിക്ക് സത്യം പറയാലോ, എനിക്ക് ആ ഫ്ലാറ്റ് ഇത്രയും നാള് ബെഡ് സ്പേസ് താമസിച്ച ആളെ എനിക്ക് പെട്ടെന്ന് ഒരു ഫ്ലാറ്റിലോട്ട് ഒറ്റക്ക് താമസിക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ ഞാൻ സജന നീ വാ സജന, ഞാൻ ഒറ്റക്കായി പോകും എന്ന് പറഞ്ഞ അത് ഇത് എന്റെ ലൈഫാണ്, എന്റെ ജീവിതമാണ്, എന്റെ ജീവിതം ഞാൻ നോക്കണം എന്ന് പറഞ്ഞ് ഇവള് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ സജനോട് പറഞ്ഞു, നാളെ എന്റെ വീട്ടിൽ വന്ന് സാധനങ്ങൾ എടുത്തിട്ട് സജന ഇറങ്ങിക്കോ, ഇനി സജന എന്റെ കൂടെ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അവിടെയൊക്കെയാണ് സജന എന്നെ തെറ്റി തുടങ്ങിയത്. ഇവൾക്ക് ഇതിലൊന്നും ശ്രദ്ധയില്ല, പിന്നെ ഞാൻ എന്തിനാ അവളുടെ പുറകെ നടക്കണ? എനിക്ക് മനസ്സിലായിരുന്നു, ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണത്തിന് തന്നെ സിഗരറ്റ് വലിച്ചിരുന്നവളാണ് സജന. ആ പ്ലേറ്റില് അതിന്റെ പേരിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത ചിലത് അത് എനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാകുന്നു, അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് വേണ്ട, അത്രക്കും ഇതാക്കണ്ട. അപ്പോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു. തിങ്കളാഴ്ച വൈകുന്നേരം ബെൻസറും ഈ ഒന്ന് രണ്ടാൾക്കാരും, ബെൻസർ വേറെ ഒന്ന് രണ്ടാൾക്കാരും കൂടി, ബെൻസറിന്റെ കാമുകി, ഇവരെല്ലാരും കൂടി സജനനുമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. ഞാൻ മാന്യമായിട്ട് വാതിൽ തുറക്കുന്നു, സജന കയറിയിരിക്കുന്നു. വേഗം തന്നെ സജന ബെൻസറിന്റെ സിഗരറ്റ് വാങ്ങിക്കുന്നു, വലിക്കുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡ്, അതായത് വഴക്കാണല്ലോ. ഞാൻ എന്റെ മര്യാദയാണ് എന്റെ വീട്ടിൽ വന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാന്നുള്ളത്. ഞാൻ വേഗം കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവര് ഇറങ്ങാൻ വേണ്ടി പോവാണ്. കാരണം അവർക്ക് സജന തിങ്കളാഴ്ച തുടങ്ങി വീട്ടിൽ നിർത്താൻ പറ്റൂല. കാരണം അവർക്ക് ഓഫീസിൽ പോകുന്ന ആൾക്കാര്, ജോലിക്ക് പോകുന്ന ആൾക്കാര്. അപ്പൊ അവർക്ക് സജന ശനി ഞായർ മാത്രം മതി, അതാണ് അവരുടെ അടിച്ചുപൊളി ദിവസം. അപ്പൊ തിങ്കളാഴ്ച സജനനെ എവിടെയും കൊണ്ട് തള്ളണം, അതിന് വീട്ടിൽ വന്നു. അത് മനസ്സിലാക്കിയതാണ് എനിക്ക്. അപ്പൊ ഇവര് എന്നാ ശരി ഞങ്ങൾ ഇറങ്ങാം എന്നപ്പോ സജന ഞാനും വരുന്നു, എന്നെയും കൊണ്ടുപോകുന്നില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു വർത്താനം. ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കോ, വേഗം കൊണ്ടുപോയിക്കോ സജന, ഇവിടെ എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഇന്നലെ ഒറ്റക്ക് രാത്രി കിടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാളെ ഒറ്റക്ക് കിടക്കും, എനിക്ക് കുഴപ്പമില്ല എന്നാണ്. അപ്പൊ അവരെല്ലാരും കൂടി സോൾവ് ചെയ്തു. പോട്ടെ കൂട്ടുകാരികളല്ലേ, വീട് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സജന അന്ന് എന്റെ വീട്ടിൽ നിന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സജനക്ക് പോകാനുള്ള ടൈമായി. പൂക്കുട്ടി ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു, ഞാൻ സജനനെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. ആ രണ്ടാമത്തെ സജന ദുബായിൽ വന്നതിന്റെ ചാപ്റ്റർ ആണ് ഞാൻ ഈ പറയണത്. ഞാൻ സജനനെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. നാട്ടിൽ വന്നതിന് ശേഷം തിരുവനന്തപുരത്തുള്ള സജന സീരിയലൊക്കെ അഭിനയിക്കുന്നത് മമ്മീന്ന് വിളിക്കുന്ന സീരിയലിന്റെ മമ്മിയാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ വീട്ടിലാണ് സജന ചെല്ലുന്നത്. അവരുടെ വീട്ടിൽ സജന ചെല്ലുന്നു. അവിടെ നിന്നപ്പോ എന്നെ തിരിച്ചു വിളിക്കുന്നില്ല, ഞാൻ സജനനെ വിളിക്കുകയാണ് എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഈ ബെൻസറിന്റെ വീട്ടിൽ ചെന്ന് അവരെല്ലാരും കൂടി ഇവളെ ഇങ്ങനെ നീ സീരിയൽ അഭിനയിച്ചൂടെ, നീ എന്തിന് ബിസിനസ്സിൽ നിൽക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പിന്നെ ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടേക്കാണ്. എന്റെ സജനയുടെ മൈൻഡ് മൊത്തം അതാണ്. എന്റെ സജന സുപ്രഭാതത്തിൽ വെച്ചിട്ട് പറയാണ്, റോഷിനി എനിക്ക് ആ കാശ് തിരിച്ചു തരണം, എന്താണ് എനിക്ക് സീരിയൽ കിട്ടിയിട്ടില്ല, ഞാൻ സീരിയൽ കയറാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ ആദ്യം എനിക്കിതൊന്നും ചിന്തയില്ല. ഞാൻ പറഞ്ഞു ശരി എനിക്ക് കുറച്ച് സമയം എന്താ സജന, ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. എനിക്ക് വയ്യാണ്ടാവണതിന്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സജന പൈസ കൊണ്ട് വിളിക്കുന്നത്, എനിക്ക് കാശ് കിട്ടില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഗോൾഡ് കൊണ്ട് പ്ലഡ്ജ് ചെയ്തിട്ടാണ് സജനക്ക് 1 ലക്ഷം കൊടുത്തതിന്റെ സ്ലിപ്പ് ഞാൻ ഇവിടെ തരുന്നത്. കാരണം നാളെ സജന പറയും കാശ് തന്നില്ല എന്ന് പറയും. അവിടെയാണ് ആ ഒരു ടോക്കില്. അപ്പൊ അവിടെയൊക്കെ നീരസങ്ങളാണ്, അതായത് ഉള്ളിന്റെ ഉള്ളില് ദേഷ്യമാണ്. അങ്ങനെയാണ് ഇവര് ഷാലുവിന്റെ വീട്ടിൽ പോണതും ഷാലുവിന്റെ അവിടെ നിന്ന് ഇറക്കി വിടണതും കൊച്ചുങ്ങളുമായിട്ട് എന്റെ വീട്ടിൽ വരുന്നതും. സജന എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് റോഷിനി എനിക്ക് ഇവിടെ പ്രശ്നമാണ് എന്ന് പറയുന്ന വീഡിയോ കോൾ ചെയ്തതിന്റെ ഡേറ്റ് അടക്കം ഞാൻ വെക്കാം. ഡിസംബർ 25 സജന എന്നെ വിളിച്ച വീഡിയോ കോള്, അതിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട്. ഇത്രയും ഇതൊരു എത്രയോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ജേർണിയാണ് ഇത്രയും ഞാൻ ഈ പറഞ്ഞത്. സജന വരുന്നു പോകുന്നു എന്നുള്ളത്. അതിനുശേഷം പലപ്പോഴും സജന വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം അതെല്ലാം ബെൻസറിന്റെ ഷോനാണ്, ലക്ഷ്മി ജയന്റെ കൂടെയാണ്. അതിനുശേഷം ഇവര് തമ്മിൽ പാച്ചപ്പായി, ആര് ലക്ഷ്മി ജയനും സജന തമ്മിൽ പാച്ചപ്പ് ആവുന്നു, അവർ ഒരുമിച്ചാണ്. അപ്പൊ നമ്മള് ഊളകള്. കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഇവരൊക്കെ എന്റെ ജീവിതത്തിൽ പോയപ്പോ ഞാൻ രക്ഷപ്പെട്ട് തുടങ്ങുന്നേ ഉള്ളൂ. കാരണം വളരെ നെഗറ്റിവിറ്റിയും വൃത്തികെട്ട ചിന്തകളും വൃത്തികെട്ട വർത്താനങ്ങളും അതും ഇതും മാത്രമേ ഉള്ളൂ അവർക്ക്. ഇത് ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രൂഫ് അടക്കമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇനി പറ, ഒരു ഏജന്റ് കൊണ്ടുപോയി നശിപ്പിച്ച് സുൽപ്പുക്കുട്ടിയും അവിടുത്തെ നല്ലവരായ ആൾക്കാരും കൂടി കയറ്റിവിട്ടു എന്ന് പറയുന്നുണ്ട് സജന. ഈ നല്ലവരായ ആൾക്കാരുടെ പേര് സജന എന്നോട് പറഞ്ഞിട്ടില്ല. കയറ്റിവിട്ടത് ഞാനാണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു ഏജന്റിന്റെ വീട്ടിൽ പിന്നെയും സജന ഞാനില്ലാത്തപ്പോ, ഞാൻ ആ സമയത്ത് ഞാൻ ദുബായിലാണുള്ളത്, ഈ ഡിസംബറിൽ ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ വന്ന് നിന്നു. എന്റെ വീട്ടിലോട്ട് അയച്ചൊരു വോയിസ്, അതും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ വോയിസിന്റെ സ്ക്രീൻഷോട്ട്, ആ ഡേറ്റ്, അതും ഞാൻ കാണിച്ചു തരാം. മോളെ ഗുഡ് മോർണിംഗ് ഡാ.
ഞാനേടി അന്ന് വരാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. പക്ഷെ റോഷു എടുത്തിട്ടില്ല, ചേച്ചി വിളിച്ചിട്ടെടുത്തില്ല. എനിക്ക് ഭയങ്കര എനിക്ക് ലൈഫിൽ എനിക്ക് ഒട്ടത് ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഹൃദയം പൊട്ടുക. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്ന് വിട്ട അമ്മയാ പാവം. എന്റെ ഹൃദയം പൊട്ടു. എന്റെ മക്കള് സത്യമായിട്ട് എന്റെ പൊന്നുമോനാണ് അത്തിട്ട്, എന്റെ മോളാണ് അത്തിട്ട്. ഒരിക്കലും ഞാൻ ഇതാക്കി പറയുമല്ലോ, എനിക്കൊരു അല്ലെങ്കിൽ നമ്മളൊരു സിനിമയ്ക്കേണ്ടി അല്ലെങ്കിൽ അങ്ങനൊന്നുമല്ല. എന്റെ ഹൃദയം തട്ടി ഞാൻ പറയാം. കാരണം അമ്മച്ചി എന്നെ മമ്മി അതേപോലെ എന്നെ നോക്കിയത്. മോളെ എനിക്കതൊക്കെ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വരാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. വളരെ സത്യം. ഇനി നിങ്ങൾ പറ, അതായത് ഒരു പെണ്ണിനെ എങ്ങനെയും കരിവാരി തേക്കാം. അവൾക്ക് കുടുംബത്തിലെ ആൾക്കാർക്കോ നാണക്കേടില്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് നാണക്കേടുണ്ട്. വെറുതെ ഒരു അലിഗേഷൻ വലിച്ചെടുക്കുക, അതിലോട്ട് വായി തോന്നിയത് വിളിച്ചു പറയും. ഇതൊക്കെ ഞാൻ എന്റെ ഗൂഗിൾ ഡ്രൈവിൽ എന്റെ ദൈവം കൊണ്ടുവന്നിട്ടാണ് ഞാൻ പറയുള്ളൂ. എന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊണ്ടുപോയി നശിപ്പിച്ചു. ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. ഓൾറെഡി കൊണ്ടുപോയത് വേറെ ആൾക്കാരാണ്, നശിഞ്ഞിട്ടാണ് വന്നത്. നശിഞ്ഞോ നശിയാതെയോ അത് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യുകയാണ്. ഇത്രയും ഒരു കൊണ്ടുപോയ ഏജന്റിന്റെ വീട്ടിൽ വന്ന് കിടക്കേണ്ട കാര്യമില്ല. അതുമായി ബന്ധപ്പെടുന്നതിന്റെ ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് ഇനി നിങ്ങൾ തീരുമാനിക്കും. എനിക്കുണ്ടായ ഈ മാനനഷ്ടത്തിന് 2 ദിവസം കൊണ്ട് എനിക്കുണ്ടായ മാനനഷ്ടം, എന്റെ കൊച്ചിന് അനുഭവിച്ച വേദനക്ക് ഇതിന് ഞാൻ എന്താണ് ഈ സജനനോട് പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അറിയില്ല. നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞ അത്രേ ഉള്ളൂ. ഞാൻ ഇതോടുകൂടി ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനം. പിന്നെ സജന വന്നിട്ട് അവൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പോലും പ്രൂഫ് വെച്ചിട്ട് സംസാരിക്കണം. ഈ ഒരു കാര്യം കൂടി പറയാനായിട്ട്, ഫിറോസ് ഖാനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇത്രയും ഞാൻ തെളിയിച്ചല്ലോ. ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സജനയുടെ കേസിൽ എന്നെ ഇയാള് വിളിച്ചു ഒരു ദിവസം ദുബായിൽ വെച്ചിട്ട്. ഈ ഫിറോസ് ഖാൻ എന്നെ വിളിച്ചിട്ട് സജനയുടെ ഇങ്ങനത്തെ ബന്ധങ്ങളുണ്ട്, റോഷൻ നീ അവിടുത്തെ ഫ്രണ്ട് അല്ലേ, നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് അറിയാത്തത് ഞാൻ പറയില്ല, എനിക്ക് അറിയാത്തത് പറയാനായിട്ട് താല്പര്യമില്ല, ഞാൻ കാണാത്തതും പറയില്ല എന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കാരണം ഒരു പ്രശ്നം അവരുടെ ഫാമിലിയിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്ത് ഇയാൾ അറിഞ്ഞത് കൊണ്ടാണ് കറക്റ്റായിട്ടാണ് കറക്റ്റ് ആൾക്കാരുടെ പേരാണ് എന്നോട് ചോദിച്ചത്. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കല്ല, പക്ഷെ എന്റെ വായിൽ പോകുന്ന എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഏതാണെങ്കിലും കൂട്ടി പറയാൻ സജനയുടെ കൾച്ചറാണത്. അതെനിക്ക് പിന്നീടൊക്കെ എനിക്ക് ഇപ്പോഴൊക്കെ മനസ്സിലാവുന്നത്. അതായത് ഏതറ്റം വരെ പോയത്. കാരണം അവിടെ നാണം കെട്ട് നാറിയിട്ട് മറ്റുള്ളവരെ കൂടെ മാറ്റിക്കുക. അത് പണ്ട് കൂട്ടായിട്ടിരുന്ന ആൾക്കാർ പിന്നീട് ശത്രുവായതിനു ശേഷം പിന്നെ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് കമന്റ് ഒക്കെ ഇടലുണ്ട്. ഇവിടെ കളിച്ചിട്ടുണ്ടല്ലേ, അതിന്റെയൊക്കെ ചൊറിച്ചിലും ദേഷ്യമൊക്കെയാണ് തീർത്തത്. എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എന്റെ പേര് വലിച്ചതിന് വരെ ഏറ്റവും നല്ലതായിട്ട് അവൾക്ക് വലിച്ചിടാൻ പറ്റുന്നത്, അവളെ നശിപ്പിച്ചത്, അവൾക്ക് മാനുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്, റസൂൽ പൂക്കുട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തത് എല്ലാം ലക്ഷ്മി ജാനാണ്. അവളെന്തുകൊണ്ട് അവളുടെ പേര് പറയുന്നില്ല? അത് കഴിഞ്ഞിട്ട് അവരെന്തോ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അതായത് സജനക്ക് ഉപകാരം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് സജന ഒരു ഉടുപ്പില്ലാണ്ട് വഴക്കിട്ടാലും കൂട്ടിടും. അതാണ് സജന. നിക്കാഹം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. നീ ഫേസ്ബുക്കിൽ ഇടണ്ട, നാണം കെട്ടി ചാവും കേട്ടോ. അതാ പറഞ്ഞ ചാവ് നിങ്ങൾ പോയി, നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ പറഞ്ഞത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോവാൻ എത്രയും ദൈവം ചെയ്തു, ഞാൻ ഇനി ഒന്നും ചെയ്തെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കുന്നത് മനസ്സിലാകും. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു, ഈ 2ാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങള്. ഇക്ക തന്നെയാണല്ലോ ട്രിഗർ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് അല്ല എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കോലത്തിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരുത്തില്ലായിരുന്നേനെ. നിങ്ങളത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിക്കൊണ്ടിരിക്കുകയാണ്.
അവരിൽ നിന്ന് നിങ്ങൾ ഗെയിം കളിക്കാം. എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്യ് റസൂൽക്ക, അച്ചായനെ കോൺഫിഡൻസ് ഇട്ട് ഈ കാര്യങ്ങൾ പറ, സംസാരിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, എനിക്ക് അച്ചായൻ്റെ ഒരു കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അച്ചായ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നടന്നേക്കുന്നത്, ഇങ്ങനെയൊക്കെയാ എന്നെ തെറ്റിദ്ധരിച്ച്, പക്ഷെ ഞാൻ കാണിച്ച തെറ്റ് തന്നെയാണ്, പോക്കൃത്തം തന്നെയാണ്, നിങ്ങൾ സംശയിച്ചത് അത് ആ മെസ്സേജിൽ വന്ന സാധനമാണെന്ന് എനിക്ക് അച്ചായൻ്റെ അടുത്ത് പറയണം. പിന്നെ ഇതിനകത്ത് നിന്ന് കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ എനിക്ക് എന്റെ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര കളർ പോകും. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്തല്ലെങ്കിൽ ഞാൻ അച്ചാനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ചാനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ അവര് മനസ്സിലാക്കണമല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാ. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പൊ പേടിയാണിക്ക. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് പേടിയായി. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പൊ പേടിയാണ്. ഹലോ എന്റെ ഫ്രണ്ട്സിനെ തന്നെ, ആ ഫ്രണ്ട്സിനെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്സിനെ വിളിച്ച് തന്നെയാണല്ലോ നിങ്ങൾ എനിക്കിട്ട് എതിരേറ്റ് കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിനക്കെതിരെ ഗ്യാങ്ങാകരുത് എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളിപ്പം ഏറ്റവും വൾണറബിൾ ആക്കി നിൽക്കുന്ന സമയമാണ്. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട് ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എന്റെ ലൈവ് വരേണ്ട ഗതികേട് വന്നത്. ഇത് ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് എടുത്തുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിന്റെ എല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. ആ മറ്റേ വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുവാണോ അന്നേരം? ഇപ്പൊ കുറച്ച് മുമ്പ് ഉമ്മാർത്ത് പറഞ്ഞല്ലോ നിങ്ങള് അത് സജിന നിർബന്ധിച്ച ഉമ്മ. ഞാൻ സജിനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തിരുന്നാണ് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പേടി ആ കുഞ്ഞ് മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് നോ പറയണ്ടല്ലോ. എല്ലാവരും നിന്ന് സംസാരിച്ചു. ഇനി വേറൊരു ആളുമായിട്ട് എനിക്ക് ജീവിതം ഇല്ല എന്ന് പറയുമ്പോഴും പാരലായിട്ട് ഒരു 1-2 പേരുമായിട്ട് ഇവള് കണക്ഷൻ ഉള്ളതിൻ്റെ തെളിവും എൻ്റെ കയ്യിലുണ്ട്, ഐ വിറ്റ്നസ് ഉണ്ട്. അതായത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, എനിക്കും അറിയാവുന്ന നേരത്തെ അറിയാവുന്ന ഒരുത്തനാണ്. ഇവളുടെ ആങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് പലരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോവുകയും ലാസ്റ്റ് അവനുമായിട്ട് ബെഡ് ഷെയർ ചെയ്തത് ആ വീട്ടുകാർ അത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഇവള് കരഞ്ഞ് കാലി പിടിച്ച് അത് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. പറ്റിപ്പോയതാണെന്നും അവൾ നേരത്തെ പറഞ്ഞാണ് കാലിലിരിക്കുന്ന സാധനം രണ്ടുപേരും വിചാരിച്ചാലല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രാഹുൽ എന്നാണ് അവൻ്റെ പേര്. പിന്നെ കിളിമാനൂരുള്ള ഒരു സിദ്ദീഖ്, ദുബായിലുള്ള അമീൻ മന്നൻ, ഇതിൻ്റെയൊക്കെ വെറുതെ പറയുന്ന പേരല്ല. ഇത് കേസുമായിട്ട് പോവുകയാണെങ്കിൽ, നാളെ ഇവരൊരു കേസുമായിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഐ വിറ്റ്നസ്, ഓഡിയോ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. ബാക്കി കേൾക്കാം.
പിടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് അവിടെ കൊണ്ടുവന്ന്. ഇപ്പൊ എന്റെ ഉമ്മ എടുത്ത് പറഞ്ഞല്ലോ, നിങ്ങള് ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് ഉമ്മ അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നിങ്ങൾ അത് പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി അതിന്റെ കാര്യം പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ നല്ല കുഞ്ഞിനെ നമുക്ക് നോക്കണം. നിർബന്ധിക്കണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും എന്റെ വീട്ടുകാർ ചോദിച്ചപ്പോ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ടേ എന്റെ ഉമ്മ അതിന് സാക്ഷിയാണ്. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മയുടെ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ അന്നമ്മയോട് സംസാരിച്ച് എന്താ പറഞ്ഞത്? അത് ശരിയാണമ്മ, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അങ്ങേരി ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ച സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞു മനസ്സിലാക്കാം, കുഞ്ഞിന് നമുക്കിപ്പോ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളുടെ കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? നീ എന്നെ ഇപ്പൊ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അതൊക്കെ ആയിക്കോട്ടെ. പോർട്രേ ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ എന്നെ ഇപ്പൊ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണല്ലോ. അപ്പൊ അതാണല്ലോ നീ പറഞ്ഞത്. ആണോ? അതെന്തും ആയിക്കോട്ടെ. ആണോ? ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായിപ്പ് ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായിപ്പ് ഡയലോഗ് അടിച്ചു ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ പറഞ്ഞ കാര്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ റസൂൽക്ക? എന്റെ കൂടെ നിക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവള് ഞാൻ കോൺഫിഡൻസ് തരാം, നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കുക, അവളെ പോയി വാക്കുകൾ അവള് ശരി അവള് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാതെ എന്താ? എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ചാനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയുടെ കാര്യം വിട്ടേക്ക്. അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടേ. പക്ഷെ അച്ചായന്റെ അടുത്തും ദിയെ അടുത്തും നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ദിയയും കോൺഫറൻസ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നീ അല്ല ദിയോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു അവസരത്തിൽ ദിയോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവളെ വിക്ടിമൈസ് ചെയ്യാൻ നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങള് അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരി എന്നാ.